അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഹമീദ് ഫൈസി കാന്തപുരത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് ഒരു കള്ള സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. തികച്ചും ഫേക്കാണത്. ഇതാണ് ആ സ്ക്രീൻഷോട്ട്. സൗദി ജയിലിൽ കഴിയുന്ന റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെട്ടത് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. എന്തായാലും ഏതോ ഒരു പിതാവില്ലാത്ത ആൾ എഴുതി ഉണ്ടാക്കിയ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു വ്യാജ സ്ക്രീൻഷോട്ടാണിത്. ഇതാണ് പ്രചരിപ്പിക്കുന്നത്. ചില ആളുകളത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ആഘോഷിക്കാൻ അന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ തയ്യാറാവാത്തതാണ് സയ്യിദ് ജിഫ്രി തങ്ങളുടെ പേര് ആരും അറിയാതെ പോയത്. സയ്യിദ് എന്ന പുണ്യപ്രവൃത്തി ചെയ്തത് അള്ളാഹുവിൻ്റെ വജഹുമാത്ത് ആഗ്രഹിച്ചാവാം. ഇന്നത്തെ ദിവസത്തെ പുകയ്ത്തലുകൾ കാണുമ്പോൾ വെറുതെ ആലോചിച്ച് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാണിത് ഇറക്കിയിട്ടുള്ളത്. ഇതാരാ ഇറക്കിയെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. അതായത് സുന്നികൾ പരസ്പരം ഐക്യപ്പെടുന്നതോ അവർ പരസ്പരം പ്രശംസിക്കുന്നതോ ഒന്നും തീരെ ഇഷ്ടപ്പെടാത്ത ചില ആളുകളുണ്ട്. അത്തരം ആളുകൾക്കാണ് ഈ വയറുവേദന ഉണ്ടായിട്ടുള്ളത്. അതായത് നമുക്കറിയാം ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. നോക്ക് നിങ്ങൾ, എന്തെല്ലാം വാർത്തകളാണ്. ഈ ഒരു വാർത്തയുടെ പിന്നാമ്പുറങ്ങളിൽ എന്തെല്ലാം കഥകളാണ് നടക്കുന്നത്. നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലുകളെ പ്രശംസിച്ചുകൊണ്ട് പല ആളുകളും പോസ്റ്റ് ഇട്ടു. സത്താർ പന്തല്ലൂർ പോസ്റ്റ് ചെയ്തു. സാദിഖ് ഫൈസി താന്നൂർ പോസ്റ്റ് ഇട്ടിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ അതിനെ പ്രശംസിച്ചു. പക്ഷേ ഇവിടെ രണ്ട് വിഭാഗം ആളുകൾക്കാണ് ഈ ഒരു കാര്യത്തിൽ വല്ലാത്ത മനോവ്യതയും അതുപോലെ തന്നെ അസ്വസ്ഥതയൊക്കെ ഉണ്ടായത്. ഒന്ന് സംഘികളാണ്. നമുക്കറിയാം, ഈ തലയെക്കെട്ട് കെട്ടിയ ഒരു മൂല്യർ ഭരണകൂടം പോലും നിശ്ചലമായ സമയത്ത് ഒരു ഹിന്ദു ആയ ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വിദേശ രാജ്യത്ത് ഇടപെടൽ നടത്തി. രാജ്യത്തിൻ്റെ ഔദ്യോഗിക തലങ്ങൾക്കൊന്നും കഴിയാത്ത അപ്പുറത്തേക്ക് കേവലം ഒരു യാഥാസ്ഥികനായ, ഇവരുടെ ഭാഷയിലൊക്കെ പറഞ്ഞൊരു കേവലം യാഥാസ്ഥികനായ ഒരു മൂല്യർ, ആ മൂല്യർ ഒരു ഇടപെടൽ നടത്തി എന്ന് പറഞ്ഞാൽ സംഘികളെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റാത്തതാണ്. കാരണം സംഘികൾക്ക് 4 വോട്ട് കിട്ടുന്നതും അവരുടെ നിലനിൽപ്പും ഒക്കെ വർഗീയതയുടെ പേരിലാണ്, അതിൻ്റെ മേലെയാണ്. വർഗീയ ധ്രുവീകരണം ഇവിടെ സാധ്യമായിട്ടില്ലെങ്കിൽ ഇവിടെ RSS ഇല്ല, BJP ഇല്ല, സംഘപരിവാറിന് ഒരു നിലനിൽപ്പും രാജ്യത്തുണ്ടാവില്ല. അതുകൊണ്ട് ഈ കേരളത്തിൽ മാത്രമല്ല, അത് UP അടക്കമുള്ള പല സ്ഥലങ്ങളിൽ ഈ വാർത്ത ഇങ്ങനെ കത്തി കയറിയ സമയത്ത് ഇവർക്കതിൽ വല്ലാത്ത ഭയം കുടുങ്ങി പറഞ്ഞാൽ ഇവരെ അടിത്തറ തന്നെ പൊളിക്കുന്ന കാര്യമാണ്. കാരണം ഇവിടെ മുസ്ലിം ഹിന്ദു ഐക്യം, അഖണ്ഡത ഇതൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ BJPക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്കൊക്കെ അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അദ്ദേഹം മുഖാന്തരം നടന്നു എന്ന് പറയുമ്പോൾ സംഘടനാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും ഉള്ളുകൊണ്ട് സന്തോഷിച്ച ഒരു കാര്യമാണ്. കാരണം മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു അഭിമാനമുണ്ടാക്കിയ ഒരു സന്ദർഭമായിരുന്നു അത്. അപ്പോൾ ഇത് തീരെ ദഹിക്കാത്ത ഒരു വിഭാഗമാണ് സംഘികൾ. പിന്നെ ചില സലഫികളെന്ന് ഞാൻ പ്രത്യേകം ആ വേർഡ് തന്നെ ഉപയോഗിക്കാൻ കാരണം, ഔദ്യോഗിക മുജാഹിദിൻ്റെ ഏതെങ്കിലും ഘടകങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും വക്താക്കളോ നേതാക്കളോ ഇതുവരെയായിട്ട് അതിനെ പ്രശംസിച്ചതും കണ്ടിട്ടില്ല, വിമർശിച്ചതും കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല, ഇനി വരുമെന്ന് അറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ചില സലഫി ചിന്താഗതിയുള്ള ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകൾ ആ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന, സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വന്ന കമൻ്റ് ഇട്ട ആളുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഒന്നുകിൽ സലഫി ആയിരിക്കാരം, സലഫി ചിന്താധാരയിലുള്ള ആൾക്കാർ, ഒന്നുകിൽ മൗദൂദി ആയിരിക്കാരം, ഒന്നുകിൽ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പുതിയൊരു ടീം, അതിൽപ്പെട്ട ആളുകളെയും നമുക്കതിൽ കാണാൻ പറ്റും. ഇവരുടെ സൂക്കടൊക്കെ ഒരേ സൂക്കടാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ സംഘികളെ സൂക്കടുണ്ടല്ലോ, അതിൻ്റെ മറ്റൊരു വേർഷൻ. ഇവിടെ ഒരു മുസ്ലിം സഹോദരൻ കൊല്ലപ്പെട്ടിട്ട് ഇവിടെ ഒരു ഹിന്ദു സഹോദരിയെ രക്ഷപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു മനോഭാവം. അതിൽ ചെറിയ ചുരുക്കം ചില ആളുകൾക്ക് വ്യക്തിവിരോധം,
അത് എന്ത് തന്നെ അഭിമാനകരമായ കാര്യമാണെങ്കിൽ ഈ വ്യക്തിയാണല്ലോ ഇത് ചെയ്തത് എന്നുള്ള ഒരു അസൂയ, ഇതിനൊന്നും ഇവിടെ ഇടമില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിലെ ഒരു സ്ത്രീ മറു രാജ്യത്തിലെ ഒരു പുരുഷനാണ് കൊന്നത്. ആ കൊന്നതും വെട്ടി നുറുക്കിയതൊക്കെ ഉള്ളതാണ്, യാഥാർത്ഥ്യമാണ്. അതിനൊന്നും ആരും നിഷേധിക്കുന്നില്ല. ആ സ്ത്രീ ചെയ്തിട്ടുള്ളത് കടുത്ത കൊലപാതകമാണ്, നീചകൃത്യമാണ്, അതിനൊന്നും ന്യായീകരിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ നിയമമനുസരിച്ച് രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന് പകരത്തിന് പകരം കൊല്ലുക, മറ്റൊന്ന് ദിയ കൊടുത്ത് ഒഴിവാക്കുക, ദിയ വാങ്ങിയിട്ട് ഒഴിവാക്കുക, അതായത് ബ്ലഡ് മണി കൊടുത്തിട്ട് ഒഴിവാക്കുക. അതിലൊന്നിന്, അതായത് അവളെ കൊല്ലാത്ത രൂപത്തിൽ കഴിച്ചിലാക്കിയെടുക്കാനുള്ള ബ്ലഡ് മണി കൊടുത്തിട്ട് ഒഴിവാക്കാൻ അവരുടെ കുടുംബത്തിനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് ഈ പെണ്ണ് ചെയ്ത കൊലപാതകത്തിനെ ന്യായീകരിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവൾ മോചിത ആണ്, അവൾ അത് നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്നതോ ഒന്നുമല്ല. മറിച്ച് ബ്ലഡ് മണി ആണെങ്കിലും പകരത്തിന് പകരം കൊലയാണെങ്കിലും രണ്ടും ആ പെണ്ണിനുള്ള ശിക്ഷ തന്നെയാണ്. ബ്ലഡ് മണി ആണെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ ആളുകളാണ് കൊടുക്കേണ്ടത്. അവളുടെ സ്വത്ത് മൊത്തം വിറ്റിട്ട് അതിന് കഴിയുന്നില്ല എങ്കിൽ ബാക്കിയുള്ളവർ കൂടി സഹായിച്ചാൽ മാത്രം അവൾ രക്ഷപ്പെടും. അപ്പോൾ രണ്ടാണെങ്കിലും അവളെ സംബന്ധിച്ച് വലിയ ശിക്ഷയാണ്. ഒന്നാമത് ശിക്ഷ അവളെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ആളാണ്, ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഇത് സംഭവിച്ചത്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ അയാൾ ചെയ്തത് കുറ്റമാണെന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ തന്നെ അവളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കും. കാരണം എന്താ വെച്ചാൽ അവരുടെ കുടുംബത്തിൻ്റെ കണ്ണീരാലോചിച്ചിട്ട് അവരുടെ മക്കളെ ആലോചിച്ചിട്ടൊക്കെ അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ കുടുംബമാണെങ്കിൽ അത് ശ്രമിക്കും. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു സ്ത്രീ എന്ന നിലക്ക് അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പോഴും അവളുടെ ശിക്ഷ അവൾക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലഭിക്കുന്നുണ്ട്. ആ ഇളവ് ഇസ്ലാം അനുവദിച്ചതുകൊണ്ട് അവരുടെ കുടുംബം മാത്രം ഉദ്ദേശിച്ചാൽ മാത്രം ലഭിക്കുന്ന അളവ്, അവരുടെ കുടുംബം ഉദ്ദേശിച്ചാൽ മാത്രമേ അളവ് കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇളവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അതിനെ വലിയൊരു തെറ്റായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്, അതും ശരിയല്ല. അത് ഇസ്ലാമിൻ്റെ ആ നിയമങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്ത ആളുകളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹമീദ് ഫൈസിയുടെ പേരിലൊക്കെ ഇങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇത്തരം മനോഗതിയുള്ള ആളുകളാണ്. ഹമീദ് ഫൈസി കാന്തപുരത്തിനെതിരെ അല്ലെങ്കിൽ ഇതുപോലുള്ള പോസ്റ്ററുകളൊക്കെ പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കാന്തപുരത്തിനെ പ്രശംസിച്ചു എന്നതിനെ വിമർശിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള സൂക്കേടൊക്കെ ഇത് സംഘികളുടെ ഉള്ളിലുള്ള സൂക്കേടിന് സമാനമായ സൂക്കേടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തെറ്റിദ്ധരിച്ച ആളുകളെ ഉണർത്താൻ കൂടിയാണ് ഇങ്ങനൊരു പോസ്റ്റ് ഹമീദ് ഫൈസി പോസ്റ്റ് ചെയ്തിട്ടില്ല. ഫേസ്ബുക്കിൽ കയറി നോക്കുന്നവർക്ക് അറിയാം. പിന്നെ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഇത് ആദ്യ ടൈമിൽ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഡിലീറ്റ് ആക്കിയതാണോ, അല്ലെങ്കിൽ ഇത് ഫേസ്ബുക്കിൽ ചിലർ നോക്കൂല, ഹമീദ് ഫൈസി അങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് കമൻ്റ് അടിക്കുന്ന ആൾ വരെ ഉണ്ട്. അത് വെച്ചിട്ട് കമൻ്റ് എഴുതുന്ന ആളുകൾ വരെ ഉണ്ട്. കമൻ്റ് ഹമീദ് ഫൈസിയുടെ മെസ്സഞ്ചറിലേക്ക് ഒരുപാട് തെറി എഴുതി അയച്ച ആളുകൾ വരെ ഉണ്ട് ഇന്നലെ ഈ ഒരു ഇതിൻ്റെ പേരിൽ. അപ്പോൾ ആരോ പടച്ചുണ്ടാക്കിയതാണ്. അതിൻ്റെ പേരിൽ മൂപ്പര് കുറേ തെറി പറയുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ശരി ഏതാണ്, തെറ്റേതാണ്, ഫേക്ക് ഏതാണ്, ഒറിജിനൽ ഏതാണ് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.